ജനുവരി മാസം മാത്രം റഷ്യയുടെ 34,000 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കണ്ടു. റഷ്യ പരാജയപ്പെടുകയാണോ? അതിന്റെ ഭാഗമായിട്ടാണോ യുക്രൈന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വിസ്യാക്രമണം? റഷ്യ പരാജയപ്പെടുകയാണ്. എന്താണ് റഷ്യയുടെ ടാർഗറ്റ്? എന്താണ് വാട്ട് ദേ വാണ്ടഡ് ടു അച്ചീവ് എന്ന് നോക്കുമ്പം അവര് എത്രമാത്രം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, എന്തുമാത്രം അവരുടെ കിറ്റിയിലുണ്ട് എന്നുള്ളതും, അത്രയും കാര്യത്തിനായിട്ട് അവർ ചെലവഴിക്കേണ്ടി വന്ന ഊർജം, സമയം, പണം, ജീവനുകൾ, എക്യുപ്മെന്റ്സ് ഇതെല്ലാം പരിഗണിക്കണം. ഇന്നിപ്പോ പുട്ടിൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒറ്റ ഒരുത്തനും മിണ്ടുന്നില്ല. ഒരു യുദ്ധവിരുദ്ധ റാലി പോയിട്ട് ഒരു പോസ്റ്റർ പോലും ആരും അടിക്കുന്നില്ല. ഒരു ചർച്ച നോക്ക്, ഞാൻ റഷ്യൻ ടെലിവിഷനിലൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, പുട്ടിനെതിരെ ഒരു കമന്റേറ്റർ കയറിയിരുന്ന് അത്ര ശരിയായില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ റഷ്യൻ ടെലിവിഷനിൽ? എന്ത് കഷ്ടം, എന്ത് രാജ്യമാണത്, എന്ത് അവസ്ഥയാണ് അവിടെ. ഇവിടെ നെതന്യാഹുവിന്റെ തന്തയ്ക്ക് വിളിക്കുകയാണ് ഇവിടെ ഇസ്രായേലിലെ ആളുകൾ. ഇന്ന് നെതന്യാഹുവിന്റെ വീടിന് ചുറ്റും ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാലും റഷ്യയിൽ ഒരു യുദ്ധവിരുദ്ധ ശ്രമങ്ങൾ എല്ലാം അമേരിക്കയൊക്കെ ആകുമ്പോൾ എല്ലാം യുദ്ധവിരുദ്ധം. ട്രംപ് ഇറാനെ ആക്രമിക്കാൻ കഴിയും. നോക്കൂ, ഇവിടെ ഒരു നരേറ്റീവ് ഐ വുഡ് ലൈക്ക് ടു ഒരു നല്ല ചോദ്യമാണെങ്കിലും അതിന്റെ ഉത്തരം ഇതാണ്. ഈ ഇറാനെ ഇപ്പൊ അമേരിക്ക ആക്രമിക്കാൻ പോകുന്നു, അല്ലെ വെനസ്വേല ആക്രമിക്കാൻ പോകുന്നു, ഒരു സോവറിൻ കൺട്രിയുടെ സോവറിറ്റി തകർക്കാൻ പോകുന്നു, അതാണ് ഇതാണ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുക. അതല്ലേ നമ്മുടെ കോമൺ സ്റ്റാൻഡേർഡ് ഡിഫോൾട്ട് നരേറ്റീവ്. റഷ്യയുടെ കാര്യത്തിൽ എന്താണ്? നമ്മുടെ റഷ്യൻ പ്രേമികൾ ഇന്ത്യയിലൊക്കെ തന്നെ, കേരളത്തിലൊക്കെ തന്നെ കുറെ മലയാളം ചാനലുകളിലൊക്കെ ഞാൻ കണ്ടു. അവർ പറയുന്നത് റഷ്യ പ്രകോപിപ്പിച്ച് യുക്രൈൻ അടി വാങ്ങിച്ചു എന്നൊക്കെയാണ്. റഷ്യയെ പ്രകോപിപ്പിച്ച് യുക്രൈൻ അടി വാങ്ങിച്ചു. അത് പണ്ട് ഈ ചില ഇസ്ലാമിസ്റ്റുകൾ പറയുന്നോണം നിങ്ങളുടെ വസ്ത്രധാരണം ആണ് റേപ്പിനും മറ്റു പീഡനത്തിനും കാരണം എന്നൊക്കെ പറയുന്നില്ല. അവര് ഈ പൊതിഞ്ഞ ചോക്ലേറ്റും പൊതിയാത്ത ചോക്ലേറ്റും തുറന്ന പഴവും തുറക്കാത്ത പഴവും ഒക്കെ കാണിച്ചുകൊണ്ട് അതിന് അനോളജി നിർമ്മിക്കാറുണ്ട്. അമ്മാതിരിയുള്ള ഒരു ചവർ ന്യായമാണ് ഈ പറയുന്നത്. റഷ്യയെ പ്രകോപിപ്പിച്ച് റഷ്യയെ പ്രകോപിച്ച് എന്താണ്? നിങ്ങൾ ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ സ്ഥലമൊക്കെ കാണും. അപ്പൊ സ്ഥലം ഉണ്ടായി പോയി, അതിന് റഷ്യക്ക് അങ്ങ് കൊടുത്തേക്കണം. അത് റഷ്യ ഇങ്ങനെ ഇൻവേഷൻ നടത്തുകയല്ലേ സർ? റഷ്യ ഇൻവേഷൻ നടത്താണ്. റഷ്യ എന്ന് പറഞ്ഞ ആരാണ്? ചുമ്മാ എന്തിനോ വേണ്ടി ഒന്നിൽ ഞാൻ കൂടുതലും പറഞ്ഞില്ല. സൈനിക പിന്മാറ്റം ഉണ്ടായാൽ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറാകാൻ സാധ്യതയുണ്ട്. സൈനിക പിന്മാറ്റം റഷ്യ നടത്തേണ്ടി വന്നു. ഇപ്പൊ റഷ്യൻ ഭാഗത്തൊക്കെ ഭയങ്കര ഉന്മാദമില്ലേ? ഇത്രയും 5 പ്രവിശ്യകൾ പിടിച്ചു കഴിഞ്ഞു, ഇനി വീണ്ടും 5 പ്രവിശ്യകൾ കൂടെ ലക്ഷ്യമിട്ട് കഴിഞ്ഞു എന്നൊക്കെയാണ് ഓരോരുത്തർ തള്ളുന്നത്. നമുക്കറിയാം ഇതൊരു ലോങ് ബാറ്റിലാണ്. പുടിൻ ചെയ്തിരിക്കുന്ന അന്യായമാണ്, അനീതിയാണ്, തെറ്റാണ്, ഗുരുതരമായിട്ടുള്ള അക്ഷന്തികമായിട്ടുള്ള കുറ്റമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇത്രയും 2 രാജ്യത്തുള്ള ജനങ്ങൾക്ക് അതിദാരുണമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിക്കുകയാണ് ഈ യുദ്ധവെറിയനായിട്ടുള്ള ഈ ഏകാധിപതി ചെയ്തിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. റഷ്യക്കാർക്ക് നിങ്ങൾ പറയുന്ന 38,000 പേര് ഒരു ആഴ്ച കൊല്ലപ്പെട്ടു, അല്ലെ ഒരു മാസം കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെയുള്ള മനുഷ്യരാണ്, അവിടെയുള്ള അമ്മമാരും അച്ഛന്മാർക്കും ഒക്കെ നഷ്ടപ്പെട്ട. ആരാണ് ഇത് തള്ളിവിട്ടത്? അവിടുത്തെ കുറെ സ്ഥലങ്ങൾ മഞ്ഞ് കാലമായി കഴിഞ്ഞാൽ വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി 21ാം നൂറ്റാണ്ടില് സ്ഥലവിസ്തൃതി കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു രാജ്യം. അത് ഇല്ലാത്ത രാജ്യമാണെങ്കിൽ വേണ്ടിയല്ല. ഇസ്രായേലൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആകെപ്പാടെ സ്ഥലമില്ല, കേരളത്തിന്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയാണോ റഷ്യ? റഷ്യ എത്രയുണ്ടെന്ന് റഷ്യക്കാർ കണ്ടുപിടിക്കാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ അവന്റെ കുറച്ചുണ്ട്, അതുകൂടി ഇങ്ങോട്ട് പിടിച്ചേക്കാം. അവിടെ കുറെ റഷ്യക്കാരുണ്ട്, അവിടെ വെച്ച് നമുക്കൊരു സമരം ഉണ്ടാക്കിയേക്കാം. റഷ്യ ചെയ്യുന്ന മുഴുവൻ മോശം പദങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഐ ലൈക്ക് റഷ്യ ആസ് എ കൺട്രി, സോവിയറ്റ് യൂണിയൻ, റഷ്യൻ പീപ്പിൾ, സോ മെനി റഷ്യൻ നോവൽസ്. ബട്ട് ഈ പുടിൻ, അതുപോലെ തന്നെ ഇറാൻ എന്ത് അടിപൊളി രാജ്യമാണ്, അടിപൊളി രാജ്യം, അവിടുത്തെ ജനങ്ങൾ അടിപൊളിയാണ്. പക്ഷെ ഈ ഇരിക്കുന്ന കമേനി കശാപ്പ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അതൊരിക്കലും ഐഡിയോളജി